സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്ന് വ്യാഴാഴ്ചയാണ്, അതുകൊണ്ട് കൃഷ്ണൻ്റെ മെസ്സേജ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യത്തെ മെസ്സേജ് ദ ജോയ് ഓഫ് സേക്രഡ് റിലേഷൻസ്, അതായത് ഭഗവാന്റെ കൃഷ്ണലീലയിലുള്ള ആ സേക്രഡ് ആയിട്ടുള്ള ഭഗവാന്റെ വെളിപാടുകൾ, ഭഗവാന്റെ അശരീരികൾ, അതിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാർഡിൽ ഭഗവാന്റെ മെസ്സേജ്. അതായത് ഭഗവാന്റെ ആ കൃഷ്ണലീലയിലെ അഗാധമായ സ്പിരിച്വലായിട്ടുള്ള അശരീരികളും സന്തോഷവും അതിലൂടെ നമുക്ക് ജ്ഞാനോദയവും ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ ഈ കൃഷ്ണലീലയിൽ അടങ്ങിയിരിക്കുന്ന അഗാധമായ ആധ്യാത്മിക സത്യങ്ങളും അതിനെ നമ്മൾ റിസീവ് ചെയ്യാനും എക്സ്പീരിയൻസായിട്ടും തുറന്ന മനസ്സോടെ സ്വീകരിക്കാനായിട്ട് തയ്യാറാവുക. അതിലൂടെ ആ സ്പിരിച്വലായിട്ടുള്ള സത്യങ്ങളും ജ്ഞാനോദയവും സന്തോഷവും നമുക്കുണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ ആദ്യത്തെ മെസ്സേജ് പറയുന്നത്. അടുത്ത മെസ്സേജ് ദ ജോയ്ഫുൾ ഓഫറിങ്. മേക്ക് എ ജോയ്ഫുൾ ഓഫറിങ് ഇൻ ദ നെയിം ഓഫ് കൃഷ്ണ. കൃഷ്ണൻ്റെ പേരിൽ ഒരു ജോയ്ഫുള്ളായിട്ടുള്ള ഒരു വഴിപാട് നിങ്ങൾ ഉണ്ടാക്കൂ എന്നാണ് ഇവിടെ ഭഗവാൻ പറയണത്. അതിൽ കൃഷ്ണലീലയിലെ പ്രധാന ഓഫറിങ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ആ കൃഷ്ണഭക്തിയും ഭഗവത് പ്രേമവും തന്നെയാണ്. അപ്പോൾ ആ കൃഷ്ണഭക്തിയിൽ ഉണ്ടാവുന്ന ആ ഒരു പ്രേമം, ഭഗവാനോടുള്ള അഗാധമായ പ്രേമവും അഗാധമായുള്ള ഭഗവത് ഭക്തിയും, അതിലൂടെ ഉണ്ടാവണ ഭക്തന് ഉണ്ടാവുന്ന പരിശുദ്ധ മനസ്സിലുണ്ടാവുന്ന ആ ഒരു എക്സ്പ്രഷൻസും, ആ ഭക്തിയുടെ എക്സ്പ്രഷൻസും ഭഗവത് പ്രേമത്തിൻ്റെ ആ എക്സ്പ്രഷൻസും, അതാണ് ഭഗവാന് ഓഫറിംഗ് ആയിട്ട് ഇവിടെ ഭഗവാൻ ആവശ്യപ്പെടുന്നത്. ഭഗവാന് ഭക്തിയോടുകൂടി ഒരു വെള്ളമോ പൂവോ ഇലയോ കൊടുത്താൽ മതി. അത് ഭക്തിയോടെ ഭഗവാന് അത് കൊടുത്താൽ അത് സ്വീകരിക്കും. അല്ലാതെ ഭക്തിയില്ലാതെ ഒരുപാട് സ്വർണ്ണമോ എന്തോ വെള്ളിയോ എന്ത് തന്നെ കൊണ്ടുകൊടുത്താലും ഭഗവാൻ സ്വീകരിക്കില്ല. ഭക്തിയാൽ മാത്രമേ എന്നെ കണ്ടു കിട്ടുകയുള്ളൂ എന്ന് രാമായണത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട്, ഭക്തിയോടുകൂടി ഒരു പൂവോ ഒരു ഇലയോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ തന്നാൽ ആ ഭക്തൻ്റെ ഭക്തിയാൽ ഞാനത് സ്വീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ഭഗവാൻ ആവശ്യം നമ്മുടെ പരിശുദ്ധമായ ഭക്തിയും ഭഗവത് പ്രേമം. ചിലർ പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കരമായിട്ട് അവരുടെ കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുകുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ട്, അത് അവരുടെ ഭക്തൻ്റെ ഭഗവാന്റെ ഉള്ള ഭക്തിയുടെ ആ പ്രേമത്തിൻ്റെ എക്സ്പ്രഷൻസാണ് അവരിലൂടെ കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുകുന്നത്. അവരതാണ് ഭഗവാനുള്ള എക്സ്പ്രഷനായിട്ട് കൊടുക്കണം. ഭഗവാൻ ആവശ്യം ഇത്തരത്തിലുള്ള ഓഫറിങ്സാണ്. ചിലവർ സന്തോഷം കൊണ്ട് മതി മറക്കാറുണ്ട്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് അവരുടെ എക്സ്പ്രഷൻസ് ഓഫറിങ്സ് ആയിട്ട് കൊടുക്കാറുള്ളത്. ഇവിടെ ഭഗവാൻ ആവശ്യം അതാണ്. ഭഗവാനോടുള്ള അഗാധമായ ആ ഭക്തി, ആ ഭഗവത് പ്രേമം, അതാണ് ഭഗവാൻ ഇവിടെ ഓഫറിങ്സ് ആയിട്ട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭഗവാന് അങ്ങനെയുള്ള ഒരു ഓഫറിങ്സ് കൊടുക്കാനായിട്ട് സാധിക്കട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു.